നിങ്ങൾക്ക് വേണ്ടി 24 മണിക്കൂറും ജോലി ചെയ്യാൻ ഒരു അസിസ്റ്റന്റ് ഉണ്ടെങ്കിൽ എങ്ങനെയുണ്ടാവും? കോഡിംഗ് തൊട്ട് നിങ്ങളുടെ കാലണ്ടർ മാനേജ് ചെയ്യുന്നത് വരെ എന്തും ചെയ്യാൻ കഴിവുള്ള ഒന്ന്. അതാണ് ഓപ്പൺക്ലോ. വരൂ, നമുക്ക് ഈ പുതിയ ടെക്നോളജിയുടെ ലോകത്തേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഇതൊരു സാധാരണ പ്രോജക്റ്റ് അല്ലാട്ടോ. വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും. പക്ഷേ ഇതിന് 65,000-ത്തിലധികം ഗിറ്റ്ഹബ് സ്റ്റാറുകളെ കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ ഒരു തരംഗം എങ്ങനെയുണ്ടായെന്ന് വെച്ചാൽ, ആളുകളിത് പ്രവർത്തിപ്പിക്കാനായി മാക് മിനികൾ വാങ്ങിക്കൂട്ടി. അവസാനം അത് സ്റ്റോക്ക് വരെ തീർന്നുപോയി. അപ്പോ എന്താണ് ഈ ഓപ്പൺക്ലോ എന്ന് ചോദിച്ചാൽ, ഇതൊരു വെറും ചാറ്റ്ബോട്ട് അല്ല. ഇത് നിങ്ങളുടെ സ്വന്തം കമ്പ്യൂട്ടറിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ഓട്ടോണോമസ് ഏജന്റാണ്. അതായത് ഇത് നിങ്ങൾ പറയുന്നത് കേൾക്കുക മാത്രമല്ല, ശരിക്കുള്ള ജോലികൾ നിങ്ങൾക്കായി ചെയ്യുകയും ചെയ്യും. ഈ ഒരു വിവരണത്തിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഓപ്പൺക്ലോന് പിന്നിലെ ആശയം, അതിന്റെ രസകരമായ ചരിത്രം, പിന്നെ നിങ്ങൾക്ക് ഇതെങ്ങനെ ഉപയോഗിച്ചു തുടങ്ങാം എന്നൊക്കെ നോക്കും. അതുപോലെ ഇതിന്റെ ശക്തിയെക്കുറിച്ചും അതിലൊളിഞ്ഞിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ചും പിന്നെ യഥാർത്ഥ ജീവിതത്തിൽ ഇതെങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നും നമ്മൾ ചർച്ച ചെയ്യും. സാധാരണ ഐകൾ വെറുതെ ഉത്തരം തരും, അല്ലേ? പക്ഷെ ഓപ്പൺക്ലോ അങ്ങനെയല്ല. അത് കാര്യങ്ങൾ അങ്ങ് ചെയ്യും. നിങ്ങളുടെ കാലണ്ടർ ഒന്ന് ഓർഗനൈസ് ചെയ്യണോ, അല്ലെങ്കിൽ പുതിയ കോഡ് എഴുതണോ, എന്തുമാവട്ടെ, നിങ്ങൾ ഉറങ്ങുമ്പോഴും ഓപ്പൺക്ലോ നിങ്ങൾക്കായി ജോലി ചെയ്തോണ്ടേയിരിക്കും. ഈ ടൂളിന് അത്ര വലിയ പ്രായമൊന്നുമില്ല. പക്ഷേ ഇതിന്റെ കഥയുണ്ടല്ലോ, അത് കുറച്ച് നാടകീയമാണ്. വളരെ പെട്ടെന്നുള്ള ഇതിന്റെ വളർച്ചയുടെയും പലതവണ പേരുമാറ്റേണ്ടി വന്നതിന്റെയും പിന്നിലെ കഥ നമുക്കൊന്ന് നോക്കാം. തുടക്കത്തില് ഇതിന്റെ പേര് ക്ലോഡബോട്ട് എന്നായിരുന്നു. പക്ഷേ ആന്ത്രോപിക് എന്ന കമ്പനി നിയമപരമായി ഇടപെട്ടതോടെ ആ പേര് മാറ്റേണ്ടി വന്നു. പെട്ടെന്ന് മാൾട്ട്ബോട്ട് എന്നൊരു പേരിലേക്ക് മാറി. പക്ഷേ അവസാനം കമ്മ്യൂണിറ്റി തന്നെ ഒരുമിച്ച് ഇതിന് ഓപ്പൺക്ലോ എന്നൊരു പേര് തിരഞ്ഞെടുത്തു. അങ്ങനെയാണ് നമ്മളിന്ന് കാണുന്ന ഓപ്പൺക്ലോ ഉണ്ടായത്. ഇത്രയൊക്കെ കേൾക്കുമ്പോൾ ഇത് സെറ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, അല്ലേ? എന്നാൽ സത്യം അതല്ല. ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എത്രത്തോളം എളുപ്പമാണെന്ന് നമുക്ക് കാണാം. വളരെ സിമ്പിളാണ്. വെറും 4 സ്റ്റെപ്പുകൾ. ആദ്യം ടെർമിനൽ ഉപയോഗിച്ച് ഇൻസ്റ്റാൾ ചെയ്യുക. അടുത്തതായി അതിന് ചിന്തിക്കാനായി ഒരു മോഡലുമായി കണക്ട് ചെയ്യുക. പിന്നെ നിങ്ങളുമായി സംസാരിക്കാൻ സ്ലാക്ക് പോലൊരു ചാനൽ ലിങ്ക് ചെയ്യണം. കഴിഞ്ഞു. ഇനി വെബ് UI വഴിയോ ടെർമിനൽ വഴിയോ ഇത് പ്രവർത്തിപ്പിക്കാം. കണ്ടില്ലേ എത്ര എളുപ്പമാണെന്ന്? ഓക്കെ, ഓപ്പൺക്ലോന്റെ കിടിലൻ കഴിവുകളെപ്പറ്റി പറയുന്നതിന് മുൻപ് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനുണ്ട്. ഇതിലെ അപകടസാധ്യതകൾ. കാരണം നമുക്കറിയാലോ, വലിയ ശക്തിയുടെ കൂടെ വലിയ ഉത്തരവാദിത്വവും വരും. ശരിക്കും ഓപ്പൺക്ലോ ഒരു ഇരുതല മൂർച്ചയുള്ള വാളുപോലെയാണ്. ഒരു വശത്ത് നിങ്ങളുടെ ജോലിയും ജീവിതവും മൊത്തത്തിൽ ഓട്ടോമേറ്റ് ചെയ്യാനുള്ള ഒരു അപാരമായ സാധ്യത. പക്ഷേ മറുവശത്ത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ സുരക്ഷാ പ്രശ്നങ്ങളും കയ്യിൽ നിൽക്കാത്ത ചിലവുകളും വരാനുള്ള ചാൻസുമുണ്ട്. ഈ കണക്കൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. നമ്മൾ ഉപയോഗിക്കുന്ന തേർഡ് പാർട്ടി സ്കില്ലുകളിൽ ഏകദേശം 17% ഹണി ബോട്ടുകളാകാം. അതായത് ഹാക്കർമാർ നമ്മുടെ വിവരങ്ങൾ ചോർത്താനായി വെച്ചിരിക്കുന്ന കെണികൾ. അതുകൊണ്ട് എന്താണ് കണക്ട് ചെയ്യുന്നതെന്ന കാര്യത്തിൽ നല്ല ശ്രദ്ധ വേണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ പോക്കറ്റിനെ ബാധിക്കുന്നതാണ്. API ഉപയോഗം നമ്മൾ അറിയാതെ തന്നെ കൂടി വലിയ ബില്ല് വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഒരു ചെറിയ ടെസ്റ്റിന് പോലും വലിയ തുക ചെലവായേക്കാം. ഇത് ഒഴിവാക്കാനായി ഓലമ പോലുള്ള ലോക്കൽ മോഡലുകൾ ഉപയോഗിക്കുന്നത് ഒരു നല്ല ഐഡിയയാണ്. ശരി, അപകടങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. ഇനി നമുക്ക് ഓപ്പൺക്ലോന്റെ ശരിക്കുള്ള മാജിക് എന്താണെന്ന് നോക്കാം. ഇത് നിങ്ങളുടെ ജീവിതം എത്രത്തോളം എളുപ്പമാക്കുമെന്ന് ചില ഉദാഹരണങ്ങളിലൂടെ കാണാം. ഡെവലപ്പർമാർക്ക് ഇതൊരു രക്ഷകനാണ് സത്യം. കോഡിലെ ഡിപെൻഡൻസികൾ തനിയെ അപ്ഡേറ്റ് ചെയ്യാനും, ആപ്പിന്റെ സെക്യൂരിറ്റി നോക്കാനും, ക്ലൗഡ് ബില്ലുകൾ കൂടാതെ നോക്കാനും, SEO പെർഫോമൻസ് ട്രാക്ക് ചെയ്യാനും, എന്തിന് ഒരൊറ്റ കമാൻഡിൽ ഒരു ആപ്പ് മുഴുവനായി ഉണ്ടാക്കി ഡിപ്ലോയ് ചെയ്യാൻ വരെ ഇതിന് പറ്റും. നിങ്ങളൊരു കണ്ടന്റ് ക്രിയേറ്ററോ അല്ലെങ്കിൽ ഒരു സംരംഭകനോ ആണെങ്കിൽ ഓപ്പൺക്ലോ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആവും. ദിവസേനയുള്ള റിസർച്ച് റിപ്പോർട്ടുകൾ ഉണ്ടാക്കണോ, പുതിയ വീഡിയോ ഐഡിയകൾ വേണോ, പുതിയ കസ്റ്റമേഴ്സിനെ കണ്ടെത്തണോ, അവർക്ക് വേണ്ടി ഇമെയിലുകൾ എഴുതണോ, എന്തുവേണമെങ്കിലും ഓപ്പൺക്ലോ ചെയ്തു തരും. ഇനി നിങ്ങളൊരു ഡെവലപ്പറോ ക്രിയേറ്ററോ അല്ലെങ്കിൽ പോലും ഓപ്പൺക്ലോന് നിങ്ങളുടെ ജീവിതം എളുപ്പമാക്കാൻ പറ്റും. നിങ്ങളുടെ ഇൻബോക്സിലെ പ്രധാനപ്പെട്ട ഇമെയിലുകൾ മാത്രം എടുത്തു തരാനും, കാലണ്ടർ മാനേജ് ചെയ്യാനും, ഫോണിൽ നിന്ന് തന്നെ പല ജോലികളും ചെയ്യിക്കാനും, സ്റ്റോക്ക് മാർക്കറ്റ് അപ്ഡേറ്റുകൾ തരാനുമെല്ലാം ഇതിന് സാധിക്കും.
അപ്പൊ നമ്മൾ ഇതുവരെ സംസാരിച്ചതിൽ നിന്ന് എന്തു മനസ്സിലാക്കാം? ഓപ്പൺക്ലോ എന്നത് വെറുമൊരു ടൂൾ മാത്രമല്ല, അത് നമ്മൾ ജോലി ചെയ്യുന്ന രീതിയെയും ജീവിക്കുന്ന രീതിയെയും മൊത്തത്തിൽ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഒരു പുതിയ സാങ്കേതികവിദ്യയുടെ തുടക്കമാണ്. ഒരാൾ ഇത് ഉപയോഗിച്ചിട്ട് പറഞ്ഞത് കേൾക്കുമ്പോഴാണ് ഇതിന്റെ പവർ ശരിക്കും മനസ്സിലാവുന്നത്. അദ്ദേഹം പറഞ്ഞത്, അത് ആപ്പ് ഉണ്ടാക്കി, ഗിറ്റ്ഹബിലേക്ക് കോഡ് പുഷ് ചെയ്തു, ഡിപ്ലോയ് ചെയ്തു, എന്നിട്ടെനിക്ക് ലിങ്കുകൾ തന്നൂന്ന്. ഒന്നാലോചിച്ചു നോക്കൂ, ഒരു മനുഷ്യന്റെ ഇടപെടലും ഇല്ലാതെ ഇത്രയും കാര്യങ്ങൾ ഒറ്റയടിക്ക് നടന്നു. ഇതാണ് ഓട്ടോമേഷന്റെ ഭാവി. അപ്പോൾ അവസാനമായി നമുക്ക് നമ്മളോട് തന്നെ ഈ ഒരു ചോദ്യം ചോദിക്കാം. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഇത്തരം ഓട്ടോണമസ് ഏജന്റുകളാണോ നമ്മൾ ജോലി ചെയ്യുന്ന രീതിയുടെ ഭാവി? നിങ്ങളുടെ ജീവിതത്തിൽ ഇതിനെന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരുപക്ഷെ ഉത്തരം നമ്മൾ വിചാരിക്കുന്നതിലും വേഗത്തിൽ